ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ ക്ലാസ് 11ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാസ് 11ലെ ഫിസിക്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവരും ആ ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സോളിഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട് അല്ലെ? ലിക്വിഡ്സും ഉണ്ട്, ഗ്യാസസും ഉണ്ട്. ഈ ലിക്വിഡ്സിന്റെയും ഗ്യാസസിന്റെയും പ്രത്യേകത, ഇവയ്ക്ക് രണ്ടും ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലിക്വിഡ് സ്റ്റേറ്റും ഗ്യാഷ്യസ് സ്റ്റേറ്റും വരുന്നുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ടുഗെദർ ആണ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചാപ്റ്ററിലെ കുറേയേറെ തിയറീസ് ലിക്വിഡ്സിനാണ് കൂടുതലായിട്ടും ബാധകമായിട്ട് വരുന്നത്. അതിന്റെ കാരണം ഈ ചാപ്റ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഐഡിയൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത്, ഇറ്റ് ഷുഡ് ബി ഇൻകംപ്രസിബിൾ. കംപ്രസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കണം. നമുക്കറിയാം ഗ്യാസസിനെ പെട്ടെന്ന് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഗ്യാസസിന് മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസിംഗ് വളരെ കൂടുതലാണ്. ഇന്റർമോളിക്കുലർ സ്പേസിംഗ് ഇസ് വെരി ബിഗ് ഫോർ ഗ്യാസസ്. അതേസമയം ലിക്വിഡ്സിനാണെങ്കിൽ അത്ര കൂടുതലില്ല. അപ്പൊ ലിക്വിഡ്സിനെ കംപ്രസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഗ്യാസസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസസിനെ കുറിച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ ചാപ്റ്ററിൽ പറയുന്ന തിയറംസ് എല്ലാം ഐഡിയൽ ഫ്ലൂയിഡ്സിനാണ് കൂടുതലും ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻകംപ്രസിബിൾ, കംപ്രസ് ചെയ്യാൻ പറ്റാത്തായിരിക്കണം. രണ്ടാമത്തെ മറ്റൊരു കണ്ടീഷൻ ഉണ്ട്, നോൺ വിസ്കസ്. വിസ്കോസിറ്റി എന്താണെന്നുള്ളത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നോൺ വിസ്കസ് എന്ന് വെച്ചാൽ ലിക്വിഡ്സിന്റെ അഥവാ ഫ്ലൂയിഡ്സിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് തമ്മിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാൻ പാടില്ല. പാരലൽ ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റില്ലാത്ത ലിക്വിഡ്സിനെയാണ് നമ്മൾ നോൺ വിസ്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള നോൺ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അത് കൂടുതലും എഫക്റ്റീവ് ആയിട്ട് വരുന്നത് ലിക്വിഡ്സിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലൂയിഡ്സിൽ ലിക്വിഡ്സും ഗ്യാസസും ഉൾപ്പെടുന്നുണ്ട്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അത് ഇൻകംപ്രസിബിൾ ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്ലൂയിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ പുതിയൊരു ടേം അല്ല, നമ്മൾ 8th ലും 9th ലും ഒക്കെ കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് പ്രഷർ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പലപ്പോഴും കുട്ടികൾക്ക് പറ്റാറുണ്ട്. പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫോഴ്സ് ബൈ ഏരിയ അല്ല. ആക്ച്വലി പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് തന്നെ പഠിക്കണം. ഓക്കെ, ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ത്രസ്റ്റ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ മാത്രമാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഫോഴ്സിനെയും ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കിട്ടില്ല. പ്രഷർ ഷുഡ് ബി ദ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഡിവൈഡഡ് ബൈ ദ സർഫസ് ഏരിയ. അതായത് ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇതിന്റെ സർഫസ് ഏരിയ 2 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ ഫോഴ്സ് ആണെങ്കിൽ pressure will be equal to 10 divided by 2, which is going to be equal to 5 Newton per meter square. അപ്പോ പ്രഷറിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് കൂടാതെ മറ്റൊരു യൂണിറ്റ് ഉണ്ട് SI സിസ്റ്റത്തിൽ തന്നെ, പാസ്കൽ എന്നാണ് പറയാ. PA എന്നാണ് നമ്മൾ സിമ്പിൾ എഴുതുന്നത്. ഓക്കെ, പാസ്കൽ ഇസ് another യൂണിറ്റ്. SI യൂണിറ്റ് തന്നെയാണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പാസ്കൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രഷർ എത്രയാണ്? 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ 5 പാസ്കൽ എന്ന് എഴുതാം. ഇനി ഈ സർഫസ് തന്നെ 2 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സർഫസ് ഏരിയയിൽ if the pressure is acting like this, if 10 Newton force is acting on the surface in this direction, in that case pressure is going to be 0. കാരണം there is no perpendicular component of pressure. ഇത് പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഏത് ഫോഴ്സിനെയും ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കിട്ടില്ല. പ്രഷർ മസ്റ്റ് ബി thrust divided by area or perpendicular force divided by area. നമ്മൾ വെക്ടർ പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു സർഫസിനകത്ത് ഇതുപോലെ, അതായത് നെയ്തർ പെർപെൻഡിക്കുലർ നോർ പാരലൽ ആയിട്ട് ഒരു ഫോഴ്സ് ആക്റ്റീവ് ആണ്. ഇഫ് ദിസ് ആംഗിൾ ഇസ് തീറ്റ, ഈ എഫിനെ നമുക്ക് രണ്ടായിട്ട് ഇത് സോൾവ് ചെയ്യാം അല്ലെ? ഇങ്ങോട്ടൊരു കമ്പോണന്റ് ഉണ്ടായിരിക്കും, ഇങ്ങോട്ടൊരു കമ്പോണന്റ് ഉണ്ടായിരിക്കും. ദ ഫോഴ്സ് കമ്പോണന്റ് കമ്മിങ് ടു ദിസ് സൈഡ് വേർ തീറ്റ ഇസ് മാർക്ക്, ദാറ്റ് സൈഡ് വിൽ ബി കോസ്, റൈറ്റ്? അപ്പൊ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് ആണ് എഫ് കോസ് തീറ്റ. ദിസ് കമ്പോണന്റ് ഇസ് ഗോയിങ് ടു ബി എഫ് സൈൻ തീറ്റ. അപ്പൊ ഇവിടെ പ്രഷറിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എഫ് ഡിവൈഡഡ് ബൈ എ. യു ഷുഡ് ബി റൈറ്റിംഗ് വാട്ട്? ഇറ്റ് ഷുഡ് ബി ദ perpendicular component of the force. ഇവിടെ perpendicular component എന്താണ്? F sin theta divided by A ആണ്. അപ്പോ പ്രഷർ എന്ന് പറഞ്ഞാൽ
It is the perpendicular component of force divided by area. അല്ലെങ്കിൽ വേർഡ്സിൽ പറയുവാണെങ്കിൽ it is the thrust divided by area എന്ന് നമുക്ക് പറയാം. Okay, F divided by A എന്ന് എഴുതുന്നു, which doesn't mean that any force when you divide it with area you will get pressure. Okay, pressure കിട്ടണമെന്നുണ്ടെങ്കിൽ it should be the perpendicular force divided by area. For pressure നെ പറ്റി mathematical expression പഠിച്ചു. It is thrust divided by area. F perpendicular divided by A. Newton per meter square അല്ലെങ്കിൽ പാസ്കൽ ആണ് SI യൂണിറ്റ്. SI യൂണിറ്റ് കൂടാതെ കോമൺ യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏത് ക്വാണ്ടിറ്റി പഠിക്കുകയാണെങ്കിലും SI സിസ്റ്റത്തിലെ യൂണിറ്റ് മാത്രമല്ല പഠിക്കുക, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു ചില യൂണിറ്റ്സുകൾ ഉണ്ട്. പ്രഷറിന്റെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ATM, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് ഇതിനെ പറയാ. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.013 into 10⁵ പാസ്കൽ ആണ്. ഓക്കെ, ഇത് കൂടാതെ ഉപയോഗിക്കുന്ന മറ്റൊരു കോമൺ യൂണിറ്റ് ആണ് ബാർ. ബാർ എന്ന് വെച്ചാൽ നിയർലി ഈക്വൽ ടു 10⁵ പാസ്കൽ ആണ്. ഇത് കൂടാതെ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സെന്റിമീറ്റർ ഓഫ് മെർക്കുറിയിലൊക്കെ പ്രഷറിനെ അളക്കാറുണ്ട്. ഇപ്പൊ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈക്വൽ ടു 760 millimeter of mercury അല്ലെങ്കിൽ 76 centimeter of mercury. ഓക്കെ, അപ്പോ millimeter of mercury, centimeter of mercury, ബാർ, പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതെല്ലാം പ്രഷറിന്റെ യൂണിറ്റ്സ് ആണ്. ഇതിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ് SI സിസ്റ്റത്തിലുള്ള പ്രഷറിന്റെ യൂണിറ്റ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് പ്രഷർ with vertical height. ഓക്കെ, ഹൈറ്റ് അനുസരിച്ച് പ്രഷറിനുള്ള വേരിയേഷൻ എങ്ങനെയാണ് പ്രഷറും ഹൈറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലിക്വിഡ് കൺസിഡർ ചെയ്യാം. ഒരു ബീക്കറിനകത്ത് ഒരു ലിക്വിഡ് എടുത്തിരിക്കുന്നു. ഓക്കെ, ഈ ലിക്വിഡിന്റെ ടോപ്പിൽ വരുന്ന പ്രഷർ, ഈ പോയിന്റ് ടോപ്പ് പോയിന്റ് വരുന്ന പ്രഷർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രഷർ ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് PA എന്ന് കൊടുക്കാം. ഇനി മറ്റൊരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് ലിക്വിഡിനകത്ത് കൺസിഡർ ചെയ്യാം. ലെറ്റ് ദ പ്രഷർ അറ്റ് ദിസ് പോയിന്റ് ബി P. P എന്നാണ് ഈ പോയിന്റിലുള്ള പ്രഷർ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിക്വിഡ് കോളം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ലിക്വിഡ് ഇതിനകത്ത് സ്റ്റിൽ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോ പഠിക്കുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക്സ് ആണ്, അതായത് ഫ്ലൂയിഡ് വിച്ച് ഇസ് നോട്ട് മൂവിങ്, നോൺ മൂവിങ് അല്ലെങ്കിൽ നോൺ ആക്സിലറേറ്റഡ് എന്ന് പറയാം. മൂവിങ് ഉണ്ടായിരിക്കും പക്ഷെ ആക്സിലറേഷൻ ഇല്ലാത്ത ലിക്വിഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രഷർ ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫോർ നോൺ ആക്സിലറേറ്റഡ് ലിക്വിഡ്. ആക്സിലറേഷൻ ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? ആ ലിക്വിഡിനകത്ത് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും അല്ലെ? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ അല്ലേ? അപ്പൊ നോൺ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇസ് 0, which means force equal to 0. ഇതിനകത്ത് net force ആണ് 0, but there can be another number of forces acting on it, right? So PA എന്നുള്ള pressure ആണ് ഇവിടെ ഉള്ളത്. So there can be a force acting on the surface which will be equal to force എന്താണ്? Pressure into area എന്ന് എഴുതാം, because pressure equal to force divided by area അല്ലെ? അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡൗൺവേർഡിൽ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് PA, atmospheric pressure into area. ഇനി ഇവിടുത്തെ പ്രഷർ P ആണ്. ഓക്കെ, അപ്പൊ ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി P into A. ഫോഴ്സ് പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ ഇവിടുത്തെ രണ്ടിന്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ സെയിം ആയിട്ടാണ് എടുക്കുന്നത്. ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷനും സെയിം തന്നെയാണ് അല്ലെ? ഇനി മറ്റൊരു ഫോഴ്സും കൂടെ ഈ ലിക്വിഡിനെ ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്ത് ഫോഴ്സ് ആയിരിക്കും? വിച്ച് ഇസ് ഗോയിങ് ടു ബി ഈക്വൽ ടു ദ weight of the liquid column. Weight എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുക. W is equal to M into G. അപ്പൊ നമുക്ക് ഈ ലിക്വിഡ് കോളത്തിനകത്ത് 3 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് PA into A, അടുത്തത് P into A, അടുത്തത് M into G. അപ്പോ നെറ്റ് ഫോഴ്സ് 0 ആകണം എന്നുണ്ടെങ്കിൽ സം ഓഫ് ദീസ് ഫോഴ്സസ്, വെക്ടർ സം ഓഫ് ദീസ് ഫോഴ്സസ് ഹാസ് ടു ബി 0. അപ്പൊ മുകളിൽ താഴേക്ക് ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? വിച്ച് ഇസ് PA into A plus താഴേക്ക് ആക്ട് ചെയ്യുന്ന മറ്റു ഫോഴ്സ് ആണ് M into G, which will be equal to P into A. മനസ്സിലായല്ലോ? PA into A plus mg is equal to P into A എന്ന് കിട്ടി. ഇനി M എന്ന് വെച്ചാൽ മാസ് ആണ്. മാസ് is equal to, മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഫോർമുലയാണ്, നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്. ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് rho is equal to mass divided by volume. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് mass equal to density into volume എന്ന് എഴുതാം, right? Density into volume means area into height. ഇത് ഒരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ
height of the liquid column നമ്മൾ h എന്ന് എടുക്കുവാണെങ്കിൽ area is A, so area into height. അതിനെയാണ് നമുക്ക് വോളിയം എന്ന് എഴുതുന്നത് അല്ലേ? വോളിയം is equal to area of cross section into height എന്ന് എഴുതാം. അപ്പോൾ മാസിന് പകരം എനിക്ക് rho A h എന്ന് കിട്ടി. So I'm going to substitute this here. It becomes PA into A plus m ന് പകരം എന്ത് എഴുതാം? rho A h. ഓൾറെഡി ഒരു g ഇവിടെ ഉണ്ട്. m ന് പകരമാണ് ഞാൻ rho A h എന്ന് എഴുതിയത്. അപ്പൊ g ഇവിടെ ബാക്കിയുള്ളത് അവിടെ എഴുതി is equal to P into A. ഇത്ര വരെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ മൂന്ന് ടേമിലും നമുക്ക് എ എന്നുള്ളത് ഒരു കോമൺ ഫാക്ടർ ആണ്. അപ്പൊ എ ഇൻറ്റു പി എ പ്ലസ് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എ എന്ന് എഴുതും. അപ്പൊ ഈ പി എയും എയും കട്ടായി പോയിട്ട് വി ആർ ഗെറ്റിംഗ് ദ ആൻസർ ഫോർ പ്രഷർ പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. ഓക്കെ, ഈ പി എന്ന് പറയുന്നതാണ് ടോട്ടൽ പ്രഷർ അറ്റ് ദിസ് പോയിന്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് pressure due to the liquid column. ഈ pressure due to the liquid column ആണ് h rho g. നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്തെങ്കിലും ഫൈനൽ ആൻസറിനകത്ത് പ്രഷറിന്റെ ആൻസറിനകത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്നില്ല. Which means the pressure due to a liquid column depends on h, height of the liquid column. Rho എന്ന് പറയുന്നത് ഡെൻസിറ്റി വിച്ച് ഇസ് ഗോയിങ് ടു ബി എ കോൺസ്റ്റന്റ്. ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതും ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. ഇതിനകത്ത് എച്ച് റോ ജി എന്ന് പറയുന്നതാണ് പ്രഷർ ഡ്യൂ ടു ദ ലിക്വിഡ് കോളം, റൈറ്റ്? ഈ പി എന്ന് പറയുന്നത് പ്രഷർ അറ്റ് ദിസ് പോയിന്റ് will be equal to sum of the pressures. Pressure at the atmosphere, at the surface, which is atmospheric pressure, plus pressure due to the liquid column. Pressure due to the liquid column ആണ് h rho g. അതായത് pressure due to the liquid column depends only on the height. ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റോയും ജിയും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് വെർട്ടിക്കൽ ഹൈറ്റിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഗ്രാഫ് വരയ്ക്കാനായിട്ട് എപ്പോഴും എളുപ്പമാണ്. നമുക്ക് കിട്ടിയ ഫോർമുല എന്താണ്? P is equal to പി എ പ്ലസ് എച്ച് റോ ജി. ഇതിന് ഞാൻ ഒന്ന് മാറ്റിയിട്ട് എച്ച് റോ ജി പ്ലസ് പി എ എന്ന് എഴുതി. ഇത് എന്തിനാണെന്നറിയോ? നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്, ഓരോ ഗ്രാഫിനും ഒരു പ്രത്യേകമായിട്ടുള്ള ജനറൽ ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ ഗ്രാഫ്സ് ഒക്കെ 10th മാത്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to mx plus c എന്നാണ്. ഓക്കെ, ഇതിൽ y എന്ന് പറയുന്നത് ദ ക്വാണ്ടിറ്റി ടേക്കൺ അലോങ് ദ y ആക്സിസ്. അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? P എന്നുള്ളതാണ് നമ്മൾ y ആക്സിസിൽ എടുക്കുന്നത്. ഓക്കെ, ഇനി m എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഓക്കെ, ഇൻടു x ഷുഡ് ബി എ വേരിയബിൾ വിച്ച് യു വിൽ ബി ടേക്കിംഗ് അലോങ് ദ x ആക്സിസ്. അപ്പൊ ഇതിനകത്ത് എച്ച് റോ ജിയില് ഏതാണ് വേരിയബിൾ ആയിട്ട് വരുന്നത്? എച്ച് ആണ് വേരിയബിൾ. റോയും ജിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ എക്സ് ആക്സിസ് നമ്മൾ എടുക്കാൻ പോകുന്നത് എച്ച് ആണ്. അപ്പൊ പ്രഷറും ഹൈറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ shape of the graph is going to be like this. Straight line ആണ്. അതിനൊരു പോസിറ്റീവ് y ഇന്റർസെപ്റ്റ് ഉണ്ട്. പോസിറ്റീവ് y ഇന്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത്. ഓക്കെ, y ആക്സിസിൽ 0 എന്നല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ p ഈക്വൽ ടു ജസ്റ്റ് എച്ച് റോ ജി മാത്രമായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടുന്ന് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേനെ. നമ്മള് ഓംസ് ലോയുടെ ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പോൾ v ഈക്വൽ ടു ഐ ആർ എന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്വാണ്ടിറ്റി ഇല്ല അല്ലെ? ഇവിടെ എച്ച് റോ ജി പ്ലസ് പി എ എന്നുണ്ട്. അപ്പൊ ഈ പി എന്ന് എഴുതുന്നതാണ് സി. സി മീൻസ് വാട്ട്? വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, വൈ ആക്സിസിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ സി എന്ന് എഴുതുന്നത്. അപ്പൊ ഇവിടെ പി എ ആണ് വൈ ഇന്റർസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് അറ്റ്മോസ്ഫെറിക് പ്രഷർ, അല്ലെങ്കിൽ ഈ വാല്യൂ ആണ് പി എ. നമ്മൾ വൈ ആക്സിസിൽ പ്രഷറിലെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അറ്റ്മോസ്ഫെറിക് പ്രഷറിൽ നിന്നാണ് ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ എച്ച് എടുത്തു, അത് കൂടാതെ വരുന്ന കോൺസ്റ്റന്റ് റോ ഇൻറ്റു ജി. സ്ലോപ്പ് നമ്മൾ ടാൻ തീറ്റ എന്ന് എഴുതാറുണ്ട്, റൈറ്റ്? വിച്ച് വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു ജി. അപ്പോ ഗ്രാഫ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ്, നമുക്ക് രണ്ട് ഇൻഫർമേഷൻസ് ആണ് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഒന്നാമത്തേത്, ഫ്രം ദ വൈ ഇന്റർസെപ്റ്റ് വി ക്യാൻ മെഷർ ദ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ് വൈ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ. ഇവിടുത്തെ വാല്യൂ എത്രയാണോ ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഇനി ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ഇറ്റ് വിൽ ബി പ്രോഡക്റ്റ് ഓഫ് റോ ആൻഡ് ജി. സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു ജി. അപ്പൊ ഇതാണ് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് വെർട്ടിക്കൽ ഹൈറ്റ്. ഇനി ഹൊറിസോണ്ടൽ പൊസിഷൻ അനുസരിച്ച്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് പ്രഷറിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹൊറിസോണ്ടൽ ലിക്വിഡ് കോളം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലിക്വിഡ്.
നേരത്തെ നമ്മൾ എടുത്തത് എങ്ങനെയായിരുന്നു? ഒരു വെർട്ടിക്കൽ സിലിണ്ടർ ആണ് എടുത്തത് അല്ലെ. അതിന് പകരം ഇവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ സിലിണ്ടർ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ പോകുന്ന ഒരു സിലിണ്ടർ. ഓക്കെ, ഈ ലിക്വിഡ് കോളത്തിന്റെ ഇവിടെയുള്ള പ്രഷർ നമുക്ക് P1 എന്നെടുക്കാം. ഈ സൈഡിലുള്ള പ്രഷർ വിൽ ബി P2. ഇവിടെ ഈ സിലിണ്ടറിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ആണ് ഉണ്ടാവാം. ഒന്ന് ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് പ്രഷർ ഇൻറ്റു ഏരിയ, P1 ഇൻറ്റു എ എന്ന് എഴുതാം. ഇപ്പുറത്തോട്ട് പോകുന്ന ഫോഴ്സ് എന്തായിരിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ, വിച്ച് ഇസ് P2 ഇൻറ്റു എ. weight will be acting in the downward direction. താഴേക്കല്ലേ ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ horizontal forces has to be 0. Net force in the horizontal direction should be 0. Horizontal direction weight ഒന്നും വരില്ല അല്ലെ. weight will be always acting in the downward direction. അപ്പൊ ഇവിടുത്തെ രണ്ട് ഫോഴ്സസ് ഏതാണ്? ഒന്ന് P1A, അടുത്തത് P2A. So we can write P1A is equal to P2A എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എയും എയും കട്ടായി പോയി, which means what? P1 is equal to P2. Pressure at this point is going to be equal to pressure at the other point, which means what? Pressure at the same level is going to be same. Okay, അതായത് നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ചെറിയ ഒരു എക്സ്പാൻഷൻ പോലെ തന്നെ നമുക്ക് വിചാരിക്കാം. നേരത്തെ പഠിച്ച കാര്യം എന്തായിരുന്നു? Pressure is equal to H rho G. Pressure due to the liquid column is equal to H rho G. അത് ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ലിക്വിഡ് ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ this will be at a height H. And this point will also be at a height H, which means the pressure at this point and pressure at this point has to be equal. ഇത് ഒന്ന് ഡെപ്പിക്ട് ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ പല ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സ് എടുത്തു. ഓക്കെ, ഇത് ഒരു കണ്ടെയ്നർ ആണ്. ഇനി ഇത് ഒരു കണ്ടെയ്നർ ആണ്. ഇവിടെ നമ്മൾ ഇത്രത്തോളം ലിക്വിഡ് തന്നെ എടുത്തു. ഇനി മറ്റൊരു കണ്ടെയ്നറിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. Okay, അതിന് നമ്മൾ സെയിം ഹൈറ്റിലെ ലിക്വിഡ് എടുത്താൽ, okay, if you take the liquid at the same height, if this is pressure due to the liquid A, pressure due to the liquid B, pressure due to C, same liquid ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. സെയിം ലിക്വിഡ് സെയിം ഹൈറ്റിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വോള്യൂം ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. കാരണം ഈ ഒരു ഷേപ്പിന്റെ മീൻസ് ഷേപ്പിന്റെ വിസ്താരമൊക്കെ വ്യത്യാസം ആയതുകൊണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വ്യത്യാസമാണ്, വോള്യൂം ഡിഫറൻസ് ആയിരിക്കും. പക്ഷേ ഇഫ് സെയിം ഹൈറ്റിലാണ് ഈസ് ഈക്വൽ, അതായത് സെയിം ആയിട്ടുള്ള ഡെൻസിറ്റി ഒക്കെ സെയിം ആയിട്ടുള്ള ലിക്വിഡ് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈവൻ ദോ ദ ഏരിയ അറ്റ് ഈച്ച് ബേസ് ഇസ് ഡിഫറെന്റ്, pressure due to each of these is going to be equal. Pressure due to A, B, C എല്ലാം ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് pressure is independent of the shape of the container. കണ്ടെയ്നറിന്റെ ഷേപ്പിനെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നു, പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഞാൻ ഇവിടെ പറയുക ചെയ്തത് PA is equal to PB equal to PC എന്നുള്ളത്. അതിന് നമുക്ക് ചെറിയൊരു ഡെറിവേഷൻ ആയിട്ട് പ്രൂഫ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ലിക്വിഡ് എടുക്കും. മീൻസ് ഒരു ലിക്വിഡ് കോളം സിലിണ്ടറിക്കൽ ഷേപ്പ്. ഇതിനകത്ത് നമ്മൾ H എന്ന് പറയുന്ന ഒരു ഹൈറ്റ് വരെ ഇത് ഒരു ലിക്വിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മറ്റൊരു ഷേപ്പാണ്. ഓക്കെ, ഇങ്ങനെ എടുക്കും. ഓക്കെ, ഇതിന്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് H തന്നെയാണ്. ഓക്കെ, ഈ ഒരു ലിക്വിഡ് കോളത്തിന് എനിക്ക് രണ്ട് സിലിണ്ടർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം അല്ലെ. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് H1 ആൻഡ് ഈ ബാക്കിയുള്ള ഭാഗത്തിന്റെ ഹൈറ്റ് H2 എന്ന് എടുക്കാം. റൈറ്റ്, ഇനി ഇതിനകത്ത് നമ്മൾ ലിക്വിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ച ഫോർമുല എന്തായിരുന്നു? P is equal to PA plus H rho G എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ച ഫോർമുല. റൈറ്റ്, അപ്പൊ ഇവിടുത്തെ പ്രഷർ, ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ P1 എന്ന് നമ്മൾ എടുക്കുവാണ്. ഓക്കെ, ഇവിടെയും ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ P1. ഈ മൊത്തം ഹൈറ്റ് H ആണ്. അപ്പൊ പ്രഷർ അറ്റ് ദിസ് പോയിന്റ് P is equal to P1 plus H rho G എന്നാണ് നമുക്ക് ഫസ്റ്റത്തെ ലിക്വിഡിന് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ ലിക്വിഡിന് ഞാൻ ആദ്യം ഇതുവരെയുള്ള പ്രഷർ, അപ്പൊ ഇവിടുത്തെ പ്രഷർ ഇത് P1, ഇവിടെയുള്ള പ്രഷർ P2 എന്ന് എടുക്കുവാണെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടുന്ന് ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യാം. റൈറ്റ്, ഇവിടുന്ന് ഒരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P2 is equal to ഇവിടുത്തെ പ്രഷർ, ഓക്കെ, പ്രഷർ അറ്റ് ദിസ് പോയിന്റ് which is P2 is equal to P1 plus H1 rho G എന്ന് എഴുതാം, which is going to be the pressure at this point. P2 is equal to P1 plus H1 into rho into G. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തു വിചാരിക്കും.
Okay, if we consider a cylinder of this shape. ഇവിടുത്തെ pressure P2 ആണ്. നമ്മൾ പഠിച്ചിരുന്നു pressure is not changing with respect to horizontal position. അല്ലെ? അപ്പൊ ഇവിടുത്തെ pressure എത്രയാണോ that pressure will be same at this point also. അപ്പൊ ഇവിടുത്തെയും pressure എത്രയായിരിക്കും? P1 plus H rho G. H1 rho G എഴുതാം. H1 rho G. Okay. ഇനി total pressure കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒരു സിലിണ്ടർ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. This is the pressure P. P should be equal to what? Pressure at this point plus H rho G. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് H2 ആണ്. അപ്പൊ അത് ഇവിടുത്തെ പ്രഷർ എത്രയാണ്? P1 plus H1 rho G plus ഇനി ഈ പ്രഷർ ഡ്യൂ ടു ദ ലിക്വിഡ് കോളം എഴുതുമ്പോൾ H2 rho G എന്ന് വരും. Which is equal to P1 plus rho and G നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ it becomes H1 plus H2. H1 plus H2 is nothing but H, right? So we are getting P is equal to P1 plus H rho G for the second vessel also. Okay, which means what? The pressure due to a liquid column does not depend on the shape of the container. ഏത് ഷേപ്പിൽ എടുത്താലും സെയിം ഹൈറ്റിൽ സിമിലർ ആയിട്ടുള്ള ലിക്വിഡ് നമ്മൾ ഫിൽ ചെയ്യുവാണെങ്കിൽ pressure due to each is going to be the same. അപ്പൊ ഇന്ന് നമ്മൾ പ്രഷറിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഈ ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ് SI യൂണിറ്റ്. മറ്റുള്ള കുറച്ച് യൂണിറ്റ്സിനെ കുറിച്ച് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ പ്രഷർ ഡ്യൂ ടു ലിക്വിഡ് കോളം എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് മനസ്സിലായി. പ്രഷറും ഹൈറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് മനസ്സിലായി. ഗ്രാഫിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. Y intercept will be the atmospheric pressure and slope will be rho into G. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ടു ഓൾ ഓഫ് യു.